എല്ലാവർക്കും മല്ലൂടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രേഖാചിത്രം, റൊമാൻസ്, ദാവീദ്, ബാഡ് ബോയ്സ്, ഹണ്ട്, വിടാമൂർച്ചി ഈ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഒരിക്കലും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ബാഡ് ബോയ്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് ബാഡ് ബോയ്സിന് ലഭിച്ചത്. ഒമർ ലുലു ആണ് സിനിമ സംവിധാനം ചെയ്തത്. റഹ്മാൻ, ധ്യാൻ ശ്രീനിവാസൻ, ബിബിൻ ജോർജ് ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഒരു ഫാമിലി കോമഡി മൂവിയാണ് ബാഡ് ബോയ്സ്. സിനിമ ഇറങ്ങി ഒരുപാട് മാസമായി, ഇതുവരെ OTT വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ ബാഡ് ബോയ്സ് സിനിമയുടെ OTT ഹോട്ട്സ്റ്റാർ വാങ്ങിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി 28 മുന്നേ ഹോട്ട്സ്റ്റാറിൽ ബാഡ് ബോയ്സിന്റെ റിലീസ് ഉണ്ടാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് ദാവീദ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ആക്ഷൻ മൂവിയാണ്. തിയേറ്ററുകളിൽ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഈ സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി 14 ദാവീദ് റിലീസായത്. ആന്റണി വർഗീസ്, വിജയ് രാഘവൻ, അജു വർഗീസ് ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. സിനിമ റിലീസായിട്ട് ഒരു മാസത്തിനുള്ളിൽ ആമസോൺ പ്രൈമിൽ റിലീസാവും. അതായത് മാർച്ച് 13 ദാവീദ് സിനിമയുടെ OTT റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ഐറിൻ അറേബ്യ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ഐറിൻ അറേബ്യ. ധ്യാൻ ശ്രീനിവാസൻ, മുകേഷ്, ഉർവശി ഇവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒടുവിൽ ഈ സിനിമയുടെ OTT സൈനപ്ലൈ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ഉടനെ തന്നെ സൈനപ്ലൈയിൽ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. എക്സ്പയറി ഡേറ്റ് നോക്കിയാൽ ഫെബ്രുവരി 25 മുന്നേ ഐറിൻ അറേബ്യ സൈനപ്ലൈയിൽ റിലീസായേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ബ്രൊമാൻസ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഫെബ്രുവരി 14 റിലീസായ സിനിമയാണ് ബ്രൊമാൻസ്. തിയേറ്ററുകളിൽ നല്ല അഭിപ്രായം സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അർജുൻ അശോകൻ, മാത്യു തോമസ്, കലാഭവൻ ഷാജോണാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. മാർച്ച് 13 സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഒരു ജാതി ജാതകം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ വിജയിച്ച വിനീത് ശ്രീനിവാസൻ സിനിമയാണ് ഒരു ജാതി ജാതകം. ഇതൊരു കോമഡി മൂവിയാണ്. ഇപ്പോഴത്തെ ആമസോൺ പ്രൈം ഒരു ജാതി ജാതകം എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ റിലീസായിട്ട് ഒരു മാസത്തിനുള്ളിൽ ഒരു ജാതി ജാതകം എന്ന സിനിമ ആമസോൺ പ്രൈമിൽ റിലീസായേക്കും. ഫെബ്രുവരി 28 സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് എമ്പുരാനുമായി ബന്ധപ്പെട്ടതാണ്. എമ്പുരാൻ സിനിമയുടെ OTT ഇപ്പോൾ റെക്കോർഡ് തുകയ്ക്ക് വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈം 50 കോടിക്ക് എമ്പുരാൻ സിനിമയുടെ OTT വാങ്ങിച്ചെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. സിനിമയുടെ ടോട്ടൽ ബിസിനസ് 100 കോടി ഇപ്പോൾ എത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ലൂസിഫറും ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. മാർച്ച് 27 സിനിമ തിയേറ്ററിലേക്ക് റിലീസിനെത്തുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് വിടാമൂർച്ചി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ആക്ഷൻ മൂവിയാണ്. അജിത്താണ് സിനിമയിലെ നായകൻ. തിയേറ്ററുകളിൽ നിന്ന് 100 കോടിക്ക് മുകളിൽ സിനിമ കളക്ഷൻ നേടിയിട്ടുണ്ട്. ഇപ്പോഴത്തെ വിടാമൂർച്ചിയുടെ 4K പ്രിന്റ് ലീക്കായിരിക്കുകയാണ്. ഇന്നാണ് സിനിമയുടെ HD പ്രിന്റ് വന്നിട്ടുള്ളത്. എല്ലായിടത്തും ഇപ്പോൾ സിനിമ അവൈലബിൾ ആണ്. നെറ്റ്ഫ്ലിക്സ് ആയിരുന്നു സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഒഫീഷ്യൽ OTT മാർച്ചിലായിരുന്നു. അതിനു മുമ്പായിട്ടാണ് ഇപ്പോൾ 4K പ്രിന്റ് ചോർന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. എല്ലാവരും കാത്തിരിക്കുന്നത് ഹണ്ട് സിനിമയ്ക്ക് വേണ്ടിയാണ്. കാരണം സിനിമ തിയേറ്ററുകളിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയ ഒരു ഹൊറർ ത്രില്ലർ സിനിമയാണ് ഹണ്ട്. ഭാവനയുടെ ഒരു തിരിച്ചുവരവ് തന്നെയായിരുന്നു ഹണ്ട് എന്ന സിനിമ. പക്ഷേ ഈ സിനിമ റിലീസായിട്ട് കുറെ നാളായി, ഇതുവരെ OTT റിലീസ് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ ഹണ്ട് സിനിമയുടെ OTT ആമസോൺ പ്രൈമിൽ വരാൻ പോവുകയാണ്. ഫെബ്രുവരി 28 മുന്നേ ഹണ്ട് സിനിമ ആമസോൺ പ്രൈമിൽ സർപ്രൈസ് ആയിട്ട് റിലീസാകുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് കള്ളനും ഭഗവതിയും എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമ നേരത്തെ തന്നെ OTT റിലീസ് ആയതായിരുന്നു. ഇപ്പോഴത്തെ ഈ സിനിമ യൂട്യൂബിൽ ഇന്ന് OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ഹലോ മമ്മി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ വിജയിച്ച് ഹിറ്റായി ഓടിയ സിനിമയാണ് ഹലോ മമ്മി. ഒരു കോമഡി ഹൊറർ മൂവിയാണ് ഹലോ മമ്മി. ഷറഫുദ്ദീൻ, ഐശ്വര്യലക്ഷ്മിയാണ് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. 20 കോടിക്ക് മുകളിൽ സിനിമ കളക്ഷൻ നേടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിട്ടുണ്ട്. സിനിമ എന്ന് റിലീസാക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ഈ മാസം തന്നെ ഹലോ മമ്മി റിലീസാകുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. എക്സ്പയറി ഡേറ്റ് നോക്കിയാൽ ഫെബ്രുവരി 25 സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് രേഖാചിത്രം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. കാരണം 2025 ആദ്യത്തെ ഹിറ്റായിരുന്നു രേഖാചിത്രം. ഇതൊരു ക്ലാസിക് ത്രില്ലർ സിനിമയാണ്. ആസിഫ് അലി ഒരു പോലീസ് വേഷത്തിലാണ് രേഖാചിത്രം എന്ന സിനിമയിൽ വരുന്നത്. അനശ്വര രാജനാണ് സിനിമയിലെ നായിക. ഈ സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത് സോണി ലീവ് ആണ്. മാർച്ച് 7 രേഖാചിത്രം എന്ന സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ്. തലേദിവസം തന്നെ സിനിമ വന്നേക്കും. അപ്പോൾ ഇത് നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.